ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. CP സുരൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മുരിങ്ങയുടെ റെസിപ്പിയുമായിട്ടാണ്. മുരിങ്ങ വറുത്തരിശ്ശേരി. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. മുരിങ്ങാക്കായ വറുത്തരിശ്ശേരി ഉണ്ടാക്കാനായി 4 മുരിങ്ങാക്കായ കട്ട് ചെയ്ത് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് നമുക്കതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗ మీద ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു പച്ചമുളക് കട്ട് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിത് വേവിച്ച് എടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മുങ്ങത്തക്ക രീതിയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഇത് മൂടിയിട്ട് കൊടുത്ത് നമുക്കത് വേവുന്നത് വരെ. മുരിങ്ങ അവിടുന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് മുരിങ്ങ വറുത്തരിശ്ശേരി ഉണ്ടാക്കാനായി അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് അരി. അത് 1 ടേബിൾ സ്പൂൺ അരി എടുത്തിട്ടുണ്ട്. അതൊരു ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കണം. എന്നാൽ നമുക്കത് വറുത്തെടുക്കാം. അരി ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം. ഈ വറുത്തരിശ്ശേരിക്ക് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായി ഈ വറുത്ത അരിയും 1 മുറി തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കണം. മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് മുരിങ്ങ വെന്തോ എന്ന് നോക്കാം. മുരിങ്ങക്കായുടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത് യോജിപ്പിക്കാം. നമുക്ക് ഈ അരപ്പ് യോജിപ്പിച്ച് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. അതിന് അരപ്പിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. മുരിങ്ങക്കായക്ക് വേണ്ട ഉപ്പ് ആദ്യം ഞാൻ ഇട്ടിരുന്നു. എല്ലാം കൂടി 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. വറുത്തരിശ്ശേരി ഇവിടെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്കൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായ വറുത്തരിശ്ശേരി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി താളിച്ചെടുക്കണം. കടുക് താളിച്ചെടുക്കണം. അതിനായി ഒരു ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കടുക് അവിടുന്ന് പൊട്ടി വരട്ടെ. പൊട്ടിയ കടുക് നമുക്ക് ഈ എരിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മുരിങ്ങ വറുത്തരിശ്ശേരി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ നമുക്കിത് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ മുരിങ്ങ വറുത്തരിശ്ശേരി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.